ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ ഒരു ഷെഡ് ബേസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ഒരു ഷെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഫ്ലോറിൻ്റെ, അതായത് നമ്മുടെ ബാക്ക് ഗാർഡനിലുള്ള ഫ്ലോറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തും ഒരേ ലെവലിലൊന്നും ആയിരിക്കത്തില്ല. സോ ഷെഡ് ബേസിന് എപ്പോഴും ഒരു ലെവൽ സർഫസ് ആവശ്യമാണ്. അപ്പം നമ്മൾ ലെവൽ സർഫസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഗ്രാവൽഡ് ആയിട്ടുള്ള ഒരു ഷെഡ് ബേസ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഷെഡ് ബേസ് ചെയ്യാൻ പറ്റും. അതൊരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇനിയിപ്പം ബാക്ക് ഗാർഡനിലേക്ക് എന്തെങ്കിലും ടൈലിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആ കോൺക്രീറ്റഡ് ബേസ് നമ്മൾ തല്ലിപ്പൊളിച്ച് കളയേണ്ടി വരും. അതൊരു ഹ്യൂജ് ആയിട്ടുള്ളൊരു ലോസ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ലോസ് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനൊരു സൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ. ഞാൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുഡ് ഉപയോഗിച്ചിട്ട് വുഡിൻ്റെ നീളത്തിലുള്ള നല്ല നീളത്തിലുള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട്, വുഡ് പീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ട്, ആ ഫ്രെയിമാണ് ഇപ്പോൾ ഇതിൽ പോയിക്കണേ. ആ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്തതിന് ശേഷം അത് വാട്ടർ ലെവൽ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ പ്രോപ്പർ വാട്ടർ ലെവലിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് ആ ഫ്രെയിമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഗ്രാവൽ ഫില്ല് ചെയ്തേക്കുവാണ്. അപ്പം ഗ്രാവൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് നമ്മൾ പാറ പൊട്ടിക്കുമ്പോൾ വരുന്ന വേസ്റ്റ് വരുന്ന മെറ്റീരിയൽ, ആ ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു ബേസാണിത്. പിന്നെ അത് കൂടാതെ ഈ നമുക്ക് കാടും വെള്ളമൊക്കെ അവിടെ നിന്ന് വളർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക ഒരു മെറ്റീരിയൽ കിട്ടും. നമുക്ക് അവൈലബിൾ ആണ്, ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കിട്ടും. ഇത് ബേസിക്കലി ഇവിടെ പറയുന്നത് എന്താ പറയുക, ഒരു പ്രൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് നമുക്ക് റെഡിലി അവൈലബിൾ ആണ് ഷോപ്സിൽ, നമുക്ക് വുഡീസ് പോലെയുള്ള ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ ഇത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ ഗ്രാവൽ നിരത്തിയേക്കുന്നത്. ഇതിപ്പം ഓൾമോസ്റ്റ് വാട്ടർ ലെവൽ കണ്ടീഷനിലാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ വോളിനോട് ചേർന്ന് വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നമുക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഗ്യാപ്പിലും ഈ സെയിം ക്ലോത്ത് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഗ്രാവൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിലൊന്നും പുല്ല് വളരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. പറയുവാണെങ്കിൽ ഒരു ടൺ ഓഫ് അല്ലെങ്കിൽ ഒരു ടൺ, റഫ്ലി ഒരു ടൺ അല്ലെങ്കിൽ ഒരു സ്കൂപ്പ് ഓഫ് ഈ പറഞ്ഞ ഗ്രാവൽ മെറ്റീരിയൽ നമുക്ക് ഏകദേശം €50, ബിറ്റ്വീൻ 50-55 euro ഒക്കെ വരുന്നുള്ളൂ. ഇതൊരു 10x8 ഷെഡിന് വേണ്ടിയിട്ടുള്ള ബേസാണ് ഈ കാണുന്നത്. ഈ ഒരു ബേസ് നിങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു €1,500 എങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടാണ് ഒരു റഫ്ലി ഒരു €500 അടുത്താണ് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു റിയലി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യാം. ബട്ട് ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കോൺക്രീറ്റഡ് ആയിട്ടുള്ള ഷെഡിനേക്കാളും കുറവായിരിക്കും. ഓഫ് കോഴ്സ്, ബിക്കോസ് ഇത് കോൺക്രീറ്റ് എന്ന് പറയുന്ന പെർമനൻറ്റ് സ്ട്രക്ചറാണല്ലോ. അപ്പോൾ ഇതൊരു എത്രമാത്രം ലോങ് ടൈം ഇത് കിട്ടുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബട്ട് ആസ് ഓഫ് നൗ ഇത് ഓക്കെയാണ്. ബട്ട് എനിക്ക് ഫ്യൂച്ചറിൽ ഇനിയിപ്പം ഈ ബാക്ക് ഗാർഡനൊക്കെ ഒന്ന് ചെയ്യണമെന്നുണ്ട്.